ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തായിട്ടാണ്. തേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്നും വെറും 2.3 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് റൂട്ടിനോടൊക്കെ ഏകദേശം അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യോദയ സ്കൂളിലേക്ക് 2.3 കിലോമീറ്റർ ആണ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഇടപ്പള്ളിയിലേക്കും 10 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് വെറും 19 കിലോമീറ്റർ ആണ് ഈസി ആയിട്ട് എത്താം. 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ട് നല്ലൊരു ബഡ്ജറ്റിൽ ഭംഗിയായി ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീടിന്റെ എലവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഏകദേശം 15ഓളം വില്ലകളുണ്ട്. അതിനകത്ത് 10 വില്ലകളിൽ ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള 5 വില്ലകളുടെ വർക്കുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് റോഡിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഇന്റർലോക്കിംഗ് ടൈൽ വെച്ചതിന് മുകളിലൂടെ മണ്ണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. എല്ലാ വർക്കുകളും കഴിഞ്ഞാൽ നല്ല നീറ്റായ വഴിയായിരിക്കും നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായ ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ക്രോസ് ലൈനുകളൊക്കെ കൊടുത്തിട്ട് മിഡിൽ പോർഷനിൽ സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. മെയിൻ 2 പില്ലറുകൾ നോക്കുവാണെങ്കിൽ മിൽക്കി വൈറ്റ് ഷെയ്ഡുള്ള നല്ലൊരു ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. വളരെ ഭംഗിയായിട്ടാണ് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ആ മുകളില് ബാൽക്കണിയുടെ ഒരു സ്പേസ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം. PVC പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സി ഷേപ്പ് ആണെങ്കിൽ കൂടി ഒരു പോർഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു A ഷേപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പോവാം. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു സൈഡ് സ്ലൈഡിംഗ് ആയിട്ടും ഓപ്പോസിറ്റ് സൈഡ് വന്ന് ഡബിൾ ഫോൾഡിങ്ങിലുമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിന്റെ പില്ലർ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ഡിസൈനോട് കൂടി ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നിറയെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമുക്കിനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കുകളും കൂടെ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ മുകളിൽ നോക്കിയാലും കാണാം നല്ല രീതിയിൽ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാർ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് രണ്ടാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നത്. അവിടെയായിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് കാണാം. കിണറാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തെ വെള്ളം ഞാൻ എടുത്തു പറയുന്നില്ല. നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണ് നമുക്ക് കിണറിൽ നിന്നും കിട്ടുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് വർക്ക് ഏരിയ ആണ് എൻഡ് ചെയ്യുന്നത്. അങ്ങനെ 1ഉം 2ഉം കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കണ്ടു. ഒന്നാമത്തെ കാർ പാർക്കിംഗ് സ്പേസിന്റെ സൈഡിലൂടെ കാർ പോർഷന്റെ സൈഡിലൂടെ പോകുമ്പോൾ EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കാണാം. ബാക്ക് സൈഡിലും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് ഇവിടെ എല്ലാം വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഒതുങ്ങിയ സിറ്റ് ഔട്ട് ആണ്. 2 ചെയറുകളുടെ സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോറുകൾ വന്നിട്ട് മെയിൻ ഡോർ മാത്രമല്ല, ഇവിടുത്തെ മരത്തിന്റെ വർക്കുകളെല്ലാം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡോറുകൾ അതുപോലെ തന്നെ വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ മാഞ്ചിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈനോട് കൂടിയ നല്ലൊരു ഡോറാണ്. വെസ്റ്റ് ഫേസിംഗ് ആണ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇപ്പൊ നമ്മൾ മെയിൻ ഡോർ തുറന്ന് ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളറാണ് ടൈൽ വരുന്നത്. വിൻഡോ തുറന്ന് നേരെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് കാണാം. 4 വിൻഡോസ് ആണ്. താഴെയൊക്കെ നോക്കിയാൽ ഫ്രഞ്ച് മോഡൽ വിൻഡോസും ചെറിയ ഓപ്പണിംഗ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇത് മാത്രമായിട്ടൊക്കെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഡോർ തുറക്കുമ്പോൾ നമ്മളെ ഫേസ് ചെയ്ത് നേരെ ഇരിക്കുന്നത് TV യൂണിറ്റ് ആണ്. വളരെ ഭംഗിയായിട്ടാണ് ഇത് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലുള്ള വോള് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നിറയെ ഗോൾഡൻ ലൈൻസും കൂടെ വന്നിരിക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
താഴെയൊക്കെ നോക്കിയാൽ കാണാം ഒരുപാട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ നല്ലൊരു വൈൽഡ് ഡിസൈൻ ആണ് ടി വി വെക്കാനുള്ള ബോർഡിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പ്, LED ലൈറ്റ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഒരു ഷോ ലൈറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ വലിയൊരു എൻട്രൻസ് ആണ്. അതിന് ഡിസൈൻ കംപ്ലീറ്റ് മൾട്ടിവുഡിൽ ചെയ്തിട്ട് ചെറിയ LED ബൾബുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. 3 വിൻഡോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം വുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് ഇവിടെ കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ സ്റ്റെപ്പ് കാണാം. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. നമ്മളുടെ ഒരു റെഡ് ആൻഡ് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് സ്റ്റെപ്പുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ സെയിം നേരത്തെ കണ്ട ആ ഒരു സിറ്റ് ഔട്ടിലുള്ള സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. വുഡനായിട്ടാണ് ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അകത്ത് GA പൈപ്പിന്റെ വർക്കുകളാണ് വരുന്നത്. സ്റ്റെപ്പിന് താഴെയായിട്ട് വരുന്ന ഏരിയകളെല്ലാം മൾട്ടി വുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഇൻവെർട്ടർ വെക്കാൻ യൂസ് ചെയ്യാം. ഓപ്പൺ സ്പേസിലൊക്കെ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക് സൈഡിൽ വലിയൊരു മിറർ കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ജെറയുടെ ആണ് വാഷ് ബേസിൻ. അത് വെച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അതിന്റെ താഴെയും നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കിയാലും കാണാം 3 വിൻഡോസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡോറുകൾ വരുന്നുണ്ട്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. അതിനകത്തൊക്കെ ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ബെഡ്റൂം താഴെ കിട്ടുന്നുണ്ട്. നമുക്കത് ലാസ്റ്റ് കാണാം. അവിടെ നിന്നാണ് നമുക്ക് നേരെ മുകളിലേക്ക് പോകേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. കിച്ചൺ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ മോഡലിലാണ്. എൻട്രൻസ് തന്നെ വളരെ ഭംഗിയായിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ PVC പാനലിങ്ങുകളും സ്പോട്ട് ലൈറ്റുകളും വരുന്നുണ്ട്. മുകളിൽ നമുക്ക് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കാണാം. ഏറ്റവും ടോപ്പ് പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിടാനായിട്ട് നല്ലൊരു ബാസ്ക്കറ്റും അവിടെ വുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനകത്തേക്ക് ചെല്ലുന്ന സമയത്ത് 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഗ്രേ കളർ ടൈലാണ്. 3 വിൻഡോസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല ബ്ലൂ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 പൈപ്പ് കണക്ഷനും ഒരു സിങ്കും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കിച്ചണിൽ സാധാരണ ഹാങ്ങിങ് ലൈറ്റ്സ് കുറവാണ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ റൂഫിൽ വരുന്നുണ്ട്. അത് കൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നേരെ കാണുന്നത് നമ്മളുടെ ഡോറാണ്. പുറത്ത് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വർക്ക് ഏരിയ സ്പേസിലേക്ക് നേരെ ഇറങ്ങുമ്പോൾ കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. സൈഡ് എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിൽ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് വർക്ക് ഏരിയയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിലും സ്ലാബ് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെയായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. 2 സൈഡും തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് 2 ഡോറുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ കണ്ടു. തിരിച്ചു വീണ്ടും നമ്മുടെ കിച്ചണിലേക്കാണ് വരുന്നത്. കിച്ചണിന്റെ സ്ഥാനം നമ്മൾ നോക്കിയില്ലല്ലോ. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചണിന്റെ പൊസിഷൻ വരുന്നത്. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഇവിടെയാണ് നമുക്ക് താഴത്തെ ഒരു ബെഡ്റൂം കിട്ടുന്നത്. നല്ല ഡിസൈൻ ഉള്ള ഒരു ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ കടന്നു വരുമ്പോൾ 3 വിൻഡോസ് കാണാം. ഈ കാണുന്ന വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസും ആണ് നമുക്ക് കിട്ടുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ വോളിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബുകൾക്കായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഡിസൈൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മിഡിലായിട്ട് നമുക്കൊരു മിറർ കിട്ടുന്നുണ്ട്. സൈഡിൽ നോക്കിയാൽ ചെറിയൊരു ടേബിളും അതിന് മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. അതിനകത്തൊക്കെ ചെറിയ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ട് ഒരു പ്ലെയിൻ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ വന്നിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡുമാണ്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. വന്ന വഴിയിലൊക്കെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രേറ്റ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാം. അകത്ത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. പുറത്തുള്ള ഫ്രെയിം വന്നിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നല്ലൊരു ഷോ ലൈറ്റുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ റൂഫ് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി വരുന്നതിന്റെ നേരെ മുകളിലായിട്ട് ഭംഗിയുള്ള ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലും വി ഗാർഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഹാളാണ് കിട്ടുന്നത്. മുകളിലേക്ക് എത്തിയാൽ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന ഡോറ് ബാൽക്കണിയുടേതാണ്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ വുഡൻ ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ട് അകത്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ മുകളിലേക്ക് കാണാം. ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ PVC-യുടെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് അതിനകത്തെല്ലാം കംപ്ലീറ്റ് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ വലിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി കണ്ടു. അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10.5 x 10 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 10.5 x 10 ഫീറ്റ് ആണ് സൈസ് വരുന്നത്. 2 സിംഗിൾ വിൻഡോസ് അവിടെയും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളൊക്കെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് സെയിം ആ ഒരു വുഡൻ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും നല്ല വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രണ്ടാമത്തെ ബാത്റൂം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടുത്തെ ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. TV വെക്കാനായിട്ടൊക്കെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, റീഡിംഗ് പർപ്പസിനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ടേബിൾ കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു മുകൾ ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഈ ഒരു കോർണർ ഭാഗത്താണ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് ലൈനും എല്ലാം ഇവിടെ വരുന്നുണ്ട്. മുകളിലൊക്കെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് വരുന്നത്. അതുപോലെ വളരെ കുറച്ച് LED ബൾബുകളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്പേസ് കണ്ടു. അവിടെ നിന്ന് ചെറിയൊരു പാസേജ് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇത് തുറക്കുന്നത് നേരെ പുറത്തേക്കാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനലി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ വലിയൊരു ബെഡ്റൂം തന്നെയാണ്. താഴെ പോലെ തന്നെ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ 2 വിൻഡോസും ബാക്ക് സൈഡിൽ 3 വിൻഡോസും നമുക്ക് കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ താഴെ കണ്ട സെയിം ഡിസൈനും അതേ മോഡലും തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ള സൈഡ് ടേബിളും അതിന്റെ മുകളിൽ ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലും നല്ല രീതിയിലുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ സെയിം ടൈലുകൾ തന്നെയാണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് കളറിലുള്ള ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മൂന്നാമത്തെ ബാത്റൂമും നല്ല രീതിയിൽ സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് വിദ്യോദയ സ്കൂൾ, തേവക്കൽ വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്നും 2.3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. ഒരുപാട് പേര് വീടുകളിൽ താമസമായി. ബാക്കിയുള്ള വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഈ കാണുന്ന വീട് എല്ലാം റെഡിയായി, സെയിൽ റെഡിയായി നിൽക്കുന്ന വീടാണ്. ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ഓഫ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ, 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഡ്രിങ്കിംഗ് വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ കിണറുണ്ട്. ഓപ്ഷനായിട്ട് എടുക്കാവുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഭംഗിയുള്ള ഈ വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനായിട്ട് തീർച്ചയായും മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്. 70 lakhs എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീട് ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ടൈം ഒട്ടും കളയണ്ട. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.